ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആൻഡ്രി ഡിഫൻസ് അക്കാഡമി. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ BSFിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. BSFിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഏജ് ലിമിറ്റ് എത്രയാണ്, അതുപോലെ ഈ ഒരു എക്സാമിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ് തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒരുപോലെ അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 391 വേക്കൻസിയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 391 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് ജനറൽ ഡ്യൂട്ടി പോസ്റ്റിലേക്കാണ്. പ്രത്യേകിച്ച് ഇതൊരു സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷൻ ആണ്. ജനറൽ ഡ്യൂട്ടി ഗ്രൂപ്പ് സിയിലേക്കുള്ള ജനറൽ ഡ്യൂട്ടി പോസ്റ്റ്, അതും സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷൻ എന്ന പ്രത്യേകത കൂടിയുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ റിലീസ് ആയിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ട് ആകുന്നത് ഒക്ടോബർ 16, 2025 മുതലാണ്. അതുപോലെ തന്നെ വിൻഡോ ക്ലോസ് ആകുന്നത് 4/11, 2025 വരെയാണ്. ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. 16/10/2025 നിങ്ങളുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആകുന്നത്. അതുപോലെ തന്നെ 4/11/2025 വരെ മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ നമുക്കിനി അടുത്തതായിട്ട് എന്തെല്ലാം വേക്കൻസീസ് ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇവിടെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊക്കെ ഇവന്റ്സ് ആണ്? ഒരു സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ സ്പോർട്സ് ഇവന്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ സ്പോർട്സിലാണ് എക്സൽ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നോക്കിക്കേ, ഫസ്റ്റ് എന്ന് പറയുന്നത് ആർച്ചറിയാണ്. ആർച്ചറിയിലെ മെയിൽ ഇവന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് 3 എണ്ണം. ഈ ഒരു 3 ഇവന്റ്സിലേക്കും വിളിച്ചിരിക്കുന്ന വേക്കൻസിയുടെ എണ്ണം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഒന്നെന്ന് പറയുന്നത് 2 വേക്കൻസി, തുടർന്ന് ഓരോ വേക്കൻസി വീതമാണ് മെയിൽ ഇവന്റ്സിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന വേക്കൻസി ലിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടൽ 4 വേക്കൻസിയാണ് ആർച്ചറി എന്ന ഇവന്റിലേക്ക് നിങ്ങൾക്ക് ടോട്ടലി വന്നിരിക്കുന്നത്. സെയിം ഇതുപോലെ തന്നെയാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. 3 ഫീമെയിൽ ഈവൻസിനും കൂടി ചേർന്ന് 4 ടോട്ടൽ വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതും ആർച്ചറി എന്ന സ്പോർട്ട് ഇവന്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് അത്ലറ്റിക്സ് ഫീൽഡിലേക്കാണ്. അത്ലറ്റിക്സ് ഫീൽഡിലാണെങ്കിലും എന്താണ് ടോട്ടൽ 36 വേക്കൻസികളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെയിൽസിന് വേണ്ടിയിട്ട് 36 വേക്കൻസികളും അതുപോലെ തന്നെ ഫീമെയിൽസിനായിട്ട് 34 വേക്കൻസികളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ PDF നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്പോർട്ട് ഇവന്റ് ഏതാണെന്ന് ചെക്ക് ചെയ്ത് അതിൽ ഏത് ഇവന്റ് ആണ് നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, ആ ഇവന്റിന് എത്ര വേക്കൻസി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. അതിനായി ഈ ഒരു നോട്ടിഫിക്കേഷന്റെ PDF ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ തീർച്ചയായിട്ടും ഞങ്ങളത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കാനായിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കത് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്ത് PDF ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേക്കൻസീസ് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ഒരു പോസ്റ്റിലേക്ക് ആർക്ക് അപ്ലൈ ചെയ്യാം, അതായത് ഏജ് ലിമിറ്റ്, നിങ്ങളുടെ പ്രായപരിധി എത്രയായിരിക്കണം എന്നുള്ളതാണ്. നോക്കിക്കേ, ഏജ് ലിമിറ്റ് വരുന്നത് ചുരുങ്ങിയത് നിങ്ങൾക്ക് 18 വയസ്സെങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 23 വയസ്സ്. അതായത് 18നും 23നും ഇടയിലാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ ഫിസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫിസിക്കൽ മെഷർമെന്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉയരം, അതായത് നിങ്ങളൊരു മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 170 സെന്റിമീറ്റർ എങ്കിലും ചുരുങ്ങിയത് വേണം. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഉയരം എന്ന് പറയുന്നത് 157 സെന്റിമീറ്റർ വേണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഹൈറ്റിന്റെ മെഷർമെന്റ് തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കുക. മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 170 സെന്റിമീറ്ററും ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 157 സെന്റിമീറ്ററും ആണ് നിങ്ങളുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ
ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന സെലക്ഷൻ പ്രോസസ്സിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. അതായത് ഈ പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾ കൃത്യമായിട്ട് എടുത്തു വെച്ചിരിക്കുക. അതിലൊരു താമസവും കാണിക്കരുത്. കൃത്യമായ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഡോക്യുമെന്റ്സ് ക്ലിയർ ആക്കി വെക്കുക. അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഏത് ഇവന്റിലാണ് എക്സൽ ചെയ്തിരിക്കുന്നത് ആ ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റുകളും ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. നിങ്ങൾക്കിവിടെ റിട്ടൺ എക്സാമിനേഷൻ വരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ പാസ്സാകേണ്ട യാതൊരു കാര്യവുമില്ല. റിട്ടൺ എക്സാമിനേഷന്റെ ആ ഒരു സ്റ്റേജ് നമുക്ക് ഇവിടെ വരുന്നില്ല. ഇവിടെ നമ്മൾ എക്സൽ ചെയ്യേണ്ടത് ഏതിലാണ്? നിങ്ങളുടെ സ്പോർട്സ് ഇവന്റിൽ വരുന്ന ടെസ്റ്റിലാണ് നിങ്ങൾ എക്സൽ ചെയ്യേണ്ടത്. തുടർന്ന് ഫിസിക്കൽ ടെസ്റ്റിംഗ് പാസ്സായതിനു ശേഷം മാത്രമാണ് നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. സോ എക്സാം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു? നിങ്ങൾക്ക് ചേരാനായിട്ട് കിട്ടുന്ന ഒരു സുവർണ അവസരം കൂടിയാണിത്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ BSFിലെ ഏറ്റവും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ, അതായത് ഗ്രൂപ്പ് സിയിലെ സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ച് നിങ്ങളുടെ വേക്കൻസികൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് നിങ്ങൾ ഇതിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഡോക്യുമെന്റുകളും കാര്യങ്ങളും എല്ലാം തയ്യാറെടുത്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു PDF എന്ന് പറയുന്നത് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. അതിനുശേഷം ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് കൃത്യമായി നോട്ടിഫിക്കേഷൻ മനസ്സിലാക്കിയതിനു ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഡേക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാതെ ഉടൻ തന്നെ നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. റിട്ടൺ എക്സാമിനേഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് കടക്കാവുന്നതാണ്. സോ നിങ്ങൾക്കായി ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ 2 ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് ഞങ്ങൾ റൺ ചെയ്യുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി എന്ന് പറയുന്ന ടെലിഗ്രാം ചാനൽ. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, PDF ഡൗൺലോഡ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വായിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ എന്ന് പറയുന്നത് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ വാട്സാപ്പ് ചാനലാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ, ലൈവ് ക്ലാസ്സുകളുടെ സമയം, അതുപോലെ തന്നെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.